കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത നമ്മുടെ വാത്സല്യനിധിയായ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയുടെ മാതൃഹൃദയം നമുക്ക് വേണ്ടി എത്രമാത്രം വെമ്പൽ കൊള്ളുന്നു എന്ന് നമുക്കറിയാം. നമ്മളെ അമ്മയുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിത്യരക്ഷയിലേക്ക് സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ നൂറ്റാണ്ടുകളിൽ, ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ ഇടയിൽ നിന്നും മാറി നിന്ന് സ്വർഗത്തിൽ വസിക്കുന്ന ഒരമ്മയല്ല പരിശുദ്ധ കന്യകാമറിയം. കൂടെ കൂടെ നമ്മളെ സന്ദർശിച്ചുകൊണ്ട് വ്യക്തിപരമായും സമൂഹമായും സഭയിലൂടെയുമൊക്കെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളിലൂടെ നമ്മളെ നയിച്ചും വളർത്തിയും സ്നേഹിച്ചും വഴി നടത്തുന്ന നമ്മുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയമുള്ള സഹോദരങ്ങളെ, 1981 അന്നത്തെ യുഗോസ്ലാവിയ ആയിരുന്ന രാജ്യത്ത്, ഇന്നത്തെ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്ത് മെജുഗരി എന്ന വില്ലേജിൽ പരിശുദ്ധ അമ്മ തുടങ്ങിയ പ്രത്യക്ഷപ്പെടൽ ഈ 2024 തുടരുമ്പോൾ കഴിഞ്ഞ 43 വർഷങ്ങളായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എത്രമാത്രം നമ്മുടെ ലോകത്തിന് വിലപ്പെട്ടതായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. അമ്മ എല്ലാ ദിവസവും മെജുവരിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ ഗതി തന്നെ തിരിച്ചുവിടുന്ന സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ മെജുവരിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ വിവിധ തരം സന്ദേശങ്ങൾ നാം കാണുകയുണ്ടായി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ വളരെ പ്രത്യേകമായ ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അമ്മ ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മക്കളെ, നിങ്ങൾ ഈ ഒരു കാര്യം ഏറ്റെടുക്കണം, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ മുഴുവനും സഹായിക്കാനായിട്ട് സാധിക്കും എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. ഈ ഒരു കാര്യം ആദ്യം അമ്മ നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മ ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. മക്കളെ, നിങ്ങളിത് ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, ഇനി ചെയ്യാത്തവരെ ഇത് ചെയ്യാൻ തുടങ്ങണം എന്നും പറഞ്ഞാണ് അമ്മ നമ്മുടെ മെജുഗരിയിൽ ഈ ഒരു സന്ദേശം നൽകിയത്. അമ്മ പറയുന്നു, ആൾത്താരയിൽ ദിവ്യകാരുണ്യനാഥനെ നിങ്ങൾ കടന്നു വന്ന് ആരാധിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ആൾത്താരയിൽ അരുളിക്കയിൽ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന മക്കളെ നോക്കി പരിശുദ്ധ അമ്മ പറയുകയാണ്, എൻ്റെ പുത്രനെ
ആരാധിക്കുവാൻ കടന്നു വരുന്ന മക്കളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിയിൽ നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിക്കണം, വണങ്ങണം, പുകഴ്ത്തണം, മഹത്വപ്പെടുത്തണം എന്നുള്ള സന്ദേശം. അത് ആണ്ടിലൊരിക്കൽ പെസഹ തിരുനാളിൽ മാത്രം ഉള്ള കാര്യമല്ല. പരിശുദ്ധ അമ്മ പറയുന്നു, അനുദിനം സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന, ഇല്ലെങ്കിൽ അൾത്താരിൽ അരുളിക്കൽ എഴുന്നള്ളിയിരിക്കുന്ന, ഇല്ലെങ്കിൽ ദിവ്യകാരുണ്യനാഥനെ, നിങ്ങളുടെ ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നിങ്ങൾ കടന്നു വന്ന് അവൻ ആരാധന അർപ്പിക്കണം. കൂടെ കൂടെ ദിവ്യകാരുണ്യനാഥനെ നിങ്ങൾ ആരാധിക്കണം. അതുകൊണ്ട് ഇപ്രകാരം അനേകര് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ നന്ദിയോടെ അനുഗ്രഹിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. നമ്മൾ പറയുന്നു, ദിവ്യകാരുണ്യ ആരാധനയെ സീരിയസ് ആയിട്ട് എടുക്കാത്ത മക്കൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ ഇനി വൈകരുത് എന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിലൂടെ ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അത് കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയുടെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, നമ്മൾ ലോകമെമ്പാടും ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിത്യാരാധനാ ചാപ്പലുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞു. നിത്യാരാധനാ ചാപ്പലുകൾ നമുക്കറിയാം, ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നിത്യാരാധനാ ചാപ്പലുകൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം ഈ ചൂട് കാലത്ത് നിത്യാരാധന ചാപ്പലുകൾ കർത്താവിനുള്ള സ്നേഹം മൂലം ആളുകൾക്ക് സൗകര്യപ്രദമായി AC ചാപ്പലുകളാക്കി പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മിക്ക പട്ടണങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് അനേകര് ദിവ്യകാരുണ്യനാഥനോടുള്ള വലിയൊരു സ്നേഹത്തിൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് വ്യക്തിപരമായി ദൈവം നൽകിയ ഒരു സന്ദേശമാണ്, നിന്റെ പൗരോഹിത്യ ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ചിലവഴിക്കണമെന്ന്. നമ്മൾ ആദ്യമൊക്കെ പ്രയാസമായിരുന്നു. പിന്നീട് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ സമയം ചിലവഴിക്കാൻ തുടങ്ങിയപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ ആ സ്നേഹം നമ്മൾ രുചിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ദിവസം പോലും ആ 1 മണിക്കൂർ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധി ഇരുന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്, അസ്വസ്ഥതയാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ചില പ്രത്യേക യാത്രയ്ക്ക് വേണ്ടി ചില യാത്രകളൊക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നു, രാവിലെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധി ഇരിക്കാൻ പറ്റിയില്ല, ദൈവമേ ഇനി എന്ന് തിരിച്ചു വരുമ്പോൾ രാത്രിയാകും, ആശ്രമത്തിൽ വന്ന് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ, എവിടെ അല്പസമയമുള്ളപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകളിൽ തപന എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദിവ്യകാരുണ്യ ആരാധന ചാപ്പലിൽ കർത്താവ് നമ്മൾ അറിയത്തില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ ചെന്ന് ആരോടെയും ചോദിക്കുക, ഇല്ലെ ഗൂഗിളിൽ പോലും അടിക്കുക, പെർപെച്വൽ അഡോറേഷൻ ചാപ്പൽ ഒന്നും അറിയത്തില്ലാത്ത സ്ഥലത്ത് അടിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും അടുത്ത് 3-4 കിലോമീറ്ററിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ദിവ്യകാരുണ്യ ചാപ്പൽ സ്ഥാപിച്ചിട്ടുണ്ടാകും. 24 മണിക്കൂറും ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നില്ല. ചില സ്ഥലങ്ങൾക്ക് രാവിലെ കുർബാന കഴിഞ്ഞ് എഴുന്നള്ളിച്ച് വെക്കും, പിന്നെ വൈകുന്നേരം 7 മണി വരെ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുക എന്നുള്ളത്. തിന്മ തകർന്നടിയുന്ന ഒരു നിമിഷമാണ് ദിവ്യകാരുണ്യനാഥൻ്റെ ആരാധനയുടെ നിമിഷം. ഇത് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പല ദിവ്യകാരുണ്യ ചാപ്പലുകളിൽ ചെല്ലുമ്പോഴും എത്ര ആളുകളാണ് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ വന്ന് ജീവിതം മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് വലിയൊരു തുറവയാണത്. എന്തുകൊണ്ട്
ലോകം മുഴുവനും ഉള്ള ദിവികാരുണ്യ ചാപ്പലുകളിൽ ആളുകൾ ഓടിക്കൂടുന്നു. ഈ ചൂടുകാലത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി AC-യിൽ ഇരിക്കുന്നതിന് വേണ്ടിയാണോ ആളുകൾ പോകുന്നത്? അല്ല, മറിച്ച് ദിവികാരുണ്യനാഥന്റെ ആ സ്നേഹത്തിൽ ആവരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടി. ആവരണം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ കഷ്ടതകളുടെ ചൂട്, ഈ ലോകത്തിൻ്റെ ഭാരം, ഈ ലോകത്തിൻ്റെ വിഷമങ്ങൾ, വെല്ലുവിളികൾ ഒന്നും നമുക്ക് വലിയ ഭാരമായി വരുന്നില്ല. കാരണം ദിവ്യകാരുണ്യനാഥൻ അവയെല്ലാം ഏറ്റെടുക്കും. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ കടന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ നാം സമയം കണ്ടെത്തണം. ഇത് പരിശുദ്ധ അമ്മ വെജുകരിലൂടെ നൽകുന്ന സന്ദേശമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഡോൺ ബോസ്കോ തൻ്റെ യുവജനങ്ങളുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഡോൺ ബോസ്കോ യുവാക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ദിവ്യകാരുണ്യനാഥനെ കൂടെ കൂടെ സന്ദർശിക്കുക എന്ന്. നിങ്ങളുടെ ജീവിതങ്ങളിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവകരങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ കൂടെ കൂടെ പോയി സന്ദർശിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഡോൺ ബോസ്കോ സഭയിൽ ചേർന്നപ്പോൾ ഡോൺ ബോസ്കോ പറഞ്ഞ ഈ കാര്യം എന്നെ ഒത്തിരി സ്പർശിച്ചു. ഞാൻ 15-ാം വയസ്സിൽ ഡോൺ ബോസ്കോ സഭയിൽ ചേർന്നപ്പോൾ സാധാരണ എൻ്റെ കൂടെ ഒരുപാട് കഴിവും സാമർഥ്യവും ഒക്കെയുള്ള കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അപകർഷബോധം എന്നിൽ ഉണ്ടായിരുന്നു. എനിക്ക് മറ്റുള്ളവർ പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റുന്നില്ല, ഇല്ല മറ്റുള്ളവർ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ പോലെ സാമർഥ്യമില്ല, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ പബ്ലിക്കായിട്ട് അപ്പർ ചെയ്യാനൊക്കെയുള്ളൊരു പേടി സാധാരണ ആ പ്രായത്തിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നതാണ് അപകർഷതാബോധം. മറ്റുള്ളവരാണ് എന്നെ കഴിഞ്ഞും നല്ലവര്, വലിയവര്, എനിക്ക് അവരെ ഒന്നാകും, അതുകൊണ്ട് നമ്മൾ പിന്മാറും, പല കാര്യങ്ങളിൽ നിന്ന് പിന്മാറും, മുന്നോട്ട് പോകില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സെമിനാരിൽ ചേർന്ന ഉടനെ. പെട്ടെന്ന് ഡോൺ ബോസ്കോ പറഞ്ഞ ഈ കാര്യം എന്നെ സ്പർശിച്ചു. നിങ്ങൾക്ക് ദൈവ കരങ്ങളിൽ നിന്ന് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കുക. ഞാൻ എൻ്റെ സെമിനാരി ജീവിതത്തിൽ ഇത് ലിറ്ററലായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ഒരു പ്രസംഗം പറയാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പലപ്പോഴും പ്രസംഗം പറയാനൊക്കെ 15-16 വയസ്സൊക്കെ സ്റ്റേജിലേക്ക് കയറിയാൽ വിറച്ച് ഒന്നും പറയാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അതിനുള്ള ഒരു ഭയമാണ്, കോൺഫിഡൻസ് ഇല്ല. എനിക്കിത് സെമിനാർ ജീവിതത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ തോന്നി, ഇത് ശരിയല്ലല്ലോ, ഇങ്ങനെ പോയ ഒരു അച്ഛൻ എങ്ങനെ അച്ഛനായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു പ്രസംഗം പോലും പറയാൻ പറ്റാത്ത ഒരാളായി പോവില്ലേ? അപ്പോൾ ഡോൺ ബോസ്കോ പറഞ്ഞ് എന്നെ സ്പർശിച്ചു. നിനക്ക് ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ സ്വീകരിക്കണമെങ്കിൽ ദിവ്യകാരുണ്യനാഥനെ കൂടെ കൂടെ സന്ദർശിക്കുക. അപ്പം ഞാൻ സെമിനാരിയിൽ ഞാൻ രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഉടനെ ചാപ്പലിൽ പോയി സക്രാരിലെ കർത്താവിൻ്റെ അടുത്ത്, കർത്താവേ ഞാനിതാ വന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, 1 മിനിറ്റ്. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്തും ചെല്ലും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അങ്ങനെ ഒരു ദിവസം 4-5 പ്രാവശ്യം ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്ത് ലിറ്ററലി ഡോൺ ബോസ്കോ പറഞ്ഞ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവിടുത്തെ ആരാധിക്കാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അറിയാതെ എൻ്റെ ദിവ്യകാരുണ്യനാഥൻ എൻ്റെ ഈ അപകർഷതാബോധം എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവുമായി എന്നെ അയച്ചു, എന്നെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ദിവ്യകാരുണ്യനാഥൻ അച്ചട്ടായി നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യുന്ന കാര്യമാണ്. വിശുദ്ധം പറഞ്ഞു തന്ന കാര്യം, പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്ന കാര്യം സഭ നമ്മോട് പറയുന്നുണ്ട്. ദിവ്യകാരുണ്യനാഥനെ കൂടെ കൂടെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവനെ നമ്മൾ ഗൗരവമായി എടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അവനെ അന്വേഷിച്ച് ചില കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ ദിവ്യകാരുണ്യ ചാപ്പലിൽ പോയി അവനെ ആരാധിക്കുന്ന മക്കളാണെങ്കിൽ, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ നമ്മളെ തനിയെ വിടില്ല. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനാണ് നീയെങ്കിൽ, ഒരു സന്യസ്തയാണ് നീയെങ്കിൽ, ഒരു സമർപ്പിതയാണ് നീയെങ്കിൽ, ഒരു ശുശ്രൂഷകയാണ് നീയെങ്കിൽ, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ സമർപ്പിത ജീവിതത്തിൽ, നിന്റെ പൗരോഹിത്യ ജീവിതത്തിൽ നീ തന്നെ ആയിരിക്കില്ല നീ പ്രവർത്തിക്കുക. ദിവ്യകാരുണ്യനാഥന്റെ അദൃശ്യമായ കരങ്ങൾ നീ എവിടെയാണെങ്കിലും
നിന്നെ അനുഗമിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥൻ അവൻ ഇന്നും ജീവിക്കുന്ന ദൈവം, നമ്മോട് കൂടെ വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ദിവ്യകാരുണ്യനാഥനെ നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മ മെച്ചുകൂരിലൂടെ ആവശ്യപ്പെടുകയാണ്, മക്കളെ, നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ദിവ്യകാരുണ്യനാഥനെ നീ എഴുന്നള്ളിച്ചു വെച്ച് നിങ്ങൾ ആരാധിക്കണം. ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കണം. അതുകൊണ്ട് ഇന്ന് പല ഇടവകളിലും രാവിലെ കുർബാന കഴിഞ്ഞ് ദിവ്യകാരം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുക. വൈകുന്നേരം 7 മണി വരെ 8 മണി വരെ, ചില രാത്രി വെളുക്കും വരെ ഇരുന്ന് ആരാധിക്കുന്ന സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, ചില വികാരിയച്ഛന്മാര് അത് സീരിയസ് ആയിട്ട് എടുത്ത് 1, 2, 3 വർഷങ്ങളായി 24 മണിക്കൂറും ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന ഇടവകകളുണ്ട്. ആ ഇടവകകളൊക്കെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില പുരോഹിതര് തങ്ങളുടെ പൗരോഹിത്യത്തിന്റെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ ഇടവകകൾ ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ചിരിക്കുക. കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് ആളുകൾ വന്ന് രാത്രി മുഴുവനും ഈ ദേവാലയങ്ങളിൽ ഇരുന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദിവ്യകാരുണ്യനാഥനെ എത്രമാത്രം ആരാധിക്കുന്നുവോ അത്രമാത്രം സാത്താൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ കാലത്ത് ബ്ലാക്ക് മാസിലൂടെയും കർത്താവിനെ ഇന്ന് ലോകത്തെമ്പാടും പലരും അവഹേളിക്കുന്നുണ്ട്, കർത്താവിനെ അപമാനിക്കുന്നുണ്ട്. കർത്താവ് അവഹേളനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നാം അറിയാതെ കർത്താവ് അവഹേളിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ മക്കൾ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ കടന്നു വന്ന് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ തിന്മ പരാജയപ്പെടുകയാണ്, ദൈവം വിജയിക്കുകയാണ്, കർത്താവ് മഹത്വപ്പെടുകയാണ്. ഇതാണ് പരിശുദ്ധ അമ്മ മെജ്ജുഗോരിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ആരാധന ചാപ്പലുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രയോറിറ്റിയായി ദിവ്യകാരുണ്യനാഥന്റെ അടുത്ത് ചെല്ലുവാൻ നിങ്ങൾ സമയം ക്രമീകരിക്കണം. കുടുംബമായി ചെന്ന് പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ദിവ്യകാരുണ്യ ആരാധന ഈ കാലഘട്ടത്തിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രമാത്രം അത്യാവശ്യമായ കാര്യമാണ്. വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധന അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മ പറയുന്നത്, നിങ്ങളെ ഇടവക ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഇടവക വികാരിയോട് ചേർന്ന് ഇടവക ജനം മുഴുവനും ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ ആ ഇടവക മാത്രമല്ല, ആ പ്രദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടുകയാണ്. വളരെ സങ്കടകരമായ ഒരു കാര്യം ഏതാനും നാളുകൾക്ക് മുൻപ് ചില വ്യക്തികൾ പങ്കുവെച്ച് ഞാൻ ഓർക്കുകയാണ്. അവരെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 3-4 വർഷമായി ഞങ്ങളുടെ ഞങ്ങളുടെ ഈ പർട്ടിക്കുലർ ഇടവകയിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തിയിട്ടില്ല. അവർ പറയുന്നു, അവിടെയുള്ള അധികാരികൾ ആരാണ് അതിനുവേണ്ടി അത് ചെയ്യേണ്ടത്, അവരുടെ ചില തിയോളജി, അവരുടെ ചില ദൈവശാസ്ത്രപരമായ ചില ചിന്തകൾ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്നതിന് വ്യത്യസ്തമാണ്, അതിനെതിരാണ്. അതുകൊണ്ട് അവരുടെ ചില പഠനങ്ങൾ ദിവ്യകാരുണ്യനാഥനെ ഇടവകയിൽ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നതിനോട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ഇടവകയിൽ ദിവ്യകാരുണ്യ ആരാധനയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്ത് അപകടകരമായ കാര്യമാണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്നതിൽ നിന്ന് ജനസമൂഹത്തെ, വിശ്വാസികളെ മുടക്കുന്ന ഒരു തിയോളജിയും അത് അനുഗ്രഹിക്കപ്പെട്ട തിയോളജിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വർഷങ്ങളായി ഇടവകയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം ഒരുക്കാത്ത എന്ത് പ്രത്യയശാസ്ത്രങ്ങളോ എന്ത് തിയോളജിക്കൽ പഠനങ്ങളോ, പ്രിയമുള്ള സഹോദരങ്ങളെ, അത് അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധ അമ്മ
മെജ്ജുകറിയിലൂടെ നൽകുന്ന വളരെ ശക്തമായ സന്ദേശമാണ്. ഇടവകകളിലെല്ലാം ദിവ്യകാരുണ്യനാഥൻ ഉയർത്തപ്പെടണം. ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് ദിവ്യകാരുണ്യ ആരാധന നടത്തണം. ലോകം മുഴുവനും പല രീതിയിലും നമ്മുടെ കർത്താവിനെ അവഹേളിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കൾ കർത്താവിൻ്റെ മുമ്പിൽ ഒന്നിച്ച് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് മഹത്വപ്പെടുത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകര് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ആരാധിക്കുമ്പോൾ അവർ തനിച്ചല്ല, സ്വർഗത്തിലെ മാലാഖമാരുടെ വിശുദ്ധരുടെ വലിയൊരു കൂട്ടായ്മയിലാണ് ഈ ദിവ്യകാരുണ്യ ആരാധന നടത്തപ്പെടുന്നത്. രാജാതിരാജനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ രാജാതിരാജാവായി എഴുന്നള്ളിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. സ്വർഗത്തിലെ വിശുദ്ധരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവരുടെ വിശുദ്ധിയോട് ചേർന്ന്, വിശുദ്ധരുടെ സ്തുതിഗീതങ്ങളോട് ചേർന്ന്, മാലാഖമാരുടെ കീർത്തനങ്ങളോട് ചേർന്ന് എൻ്റെ ഈ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുന്നു. എൻ്റെ ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ എൻ്റെ കർത്താവ് എത്രമാത്രം സന്തോഷിക്കുന്നു. അവൻ്റെ മുൻപിൽ ഞാൻ ചിലവഴിക്കുന്ന ആ ചെറിയ നിമിഷങ്ങൾ, ചെറിയ മിനിറ്റുകൾ എൻ്റെ കർത്താവിനെ എത്രമാത്രം ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ തമ്പുരാൻ്റെ അടുത്തേക്ക്, ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത് ഒരു ബിസിനസ് മൈൻഡോട് കൂടി ആകരുത്. ഞാൻ ദിവ്യകാരുണ്യനാഥ ചാപ്പിൽ പോയാൽ അത് വേസ്റ്റ് ഓഫ് ടൈം അല്ലേ, ആ സമയത്ത് എനിക്ക് എന്തെല്ലാം മറ്റു കാര്യങ്ങൾ ചെയ്യാം ചിന്തിക്കുന്ന പലരുണ്ട്. ഞാൻ 1 മണിക്കൂറോളം ദിവ്യകാരുണ്യ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആ സമയത്ത് ഞാൻ ഒരു എക്സസൈസ് ചെയ്താൽ മസിലെങ്കിലും ബിൽഡപ്പ് ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ചെലവഴിക്കാൻ സാധിക്കാതെ എക്സസൈസിന് വേണ്ടിയും ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയും ഒക്കെ പോകുന്നവരുണ്ട്. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്ന സഹോദരങ്ങളെ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കേണ്ടവർ അവിടെ ഇരിക്കണം, ഗ്രൗണ്ടിൽ എക്സസൈസ് ചെയ്യുക അല്ല ചെയ്യേണ്ടത്. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ദിവ്യകാരുണ്യനാഥന്റെ സ്ഥലം കടന്നു ചെല്ലാൻ സമയം കണ്ടെത്തണം. അതിനുശേഷം മറ്റെന്തിനു വേണേലും പോയിക്കോട്ടെ. ദിവ്യകാരുണ്യ ആരാധന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രയോറിറ്റിയായി നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് മെജ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഓൺലൈൻ ശുശ്രൂഷകളുണ്ട്. ഇത് ഓൺലൈൻ ശുശ്രൂഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഓൺലൈൻ ദിവ്യകാരുണ്യ ആരാധനകളുണ്ട്. എല്ലാം അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടിയാണ് സഭ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കൊറോണയുടെ സമയത്ത് ഓൺലൈൻ കുർബാനകളായിരുന്നു. എന്നാൽ കൊറോണ കാലം കഴിഞ്ഞു. കാരണം അന്ന് ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടിരുന്നു, നമുക്ക് ദേവാലയത്തിൽ പോകാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവ്യകാരുണ്യത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഓൺലൈനിൽ കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ സംവിധാനം നമ്മൾ ഉപയോഗിച്ചു. ഇന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാൻ, ദേവാലയത്തിൽ കടന്നു ചെല്ലുവാൻ നമുക്ക് അവസരങ്ങളുണ്ട്. ദേവാലയങ്ങൾ തുറക്കപ്പെട്ടു. ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകൾ ലോകമെമ്പാടും സ്ഥാപിക്കപ്പെട്ടു. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു അവസരമുണ്ടെങ്കിൽ നമ്മൾ കടന്നു ചെല്ലണം. ഓൺലൈൻ ശുശ്രൂഷയിൽ മാത്രം നമ്മൾ തൃപ്തരാകരുത്. ഇനി രോഗികളായി കഴിയുന്നവർ, പ്രായമായവർ, ഇതുപോലെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകളിലൊന്നും പോകാൻ സാധിക്കാത്ത അനേകരുണ്ട്. അവരൊക്കെ ഓൺലൈനിൽ തന്നെ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്നത് അനുഗ്രഹമാണ്. കാരണം അവർക്ക് ചാപ്പലുകളിലോ ദേവാലയങ്ങളിലോ കടന്നു ചെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർക്കൊരു ദൈവാനുഭവം ഓൺലൈൻ ശുശ്രൂഷയിലൂടെ തീർച്ചയായും ലഭിക്കും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനും ബലിയർപ്പിക്കാനും അവനെ ആരാധിക്കുവാനും നമുക്ക് അവസരമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും വാഹനങ്ങളുണ്ടായിട്ടും സമയമുണ്ടായിട്ടും ഓൺലൈൻ ശുശ്രൂഷ കണ്ടാൽ മതിയല്ലോ
എന്ന് വിചാരിക്കുന്നത് അത് തെറ്റാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നാം കടന്നു എന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കണം. വിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കണം. നമ്മളെ തന്നെ അവന് കുടുംബമായി നമ്മളെ തന്നെ സമർപ്പിക്കണം. അപ്പോൾ സ്വർഗം നമ്മെ നോക്കി എത്രമാത്രം സന്തോഷിക്കും എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്നതിനെ കുറിച്ച് മെജ്ജുകൊരിയിൽ പറഞ്ഞു തന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനുമായി പ്രേമബദ്ധരാകുവാൻ ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനുമായി പ്രേമബദ്ധരാകുവാൻ ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി പ്രേമബദ്ധരാകുമെന്ന് പറയുമ്പോൾ ദിവ്യകാരുണ്യനാഥന് വേണ്ടി അത്രമാത്രം നമ്മൾ ദാഹിക്കണം. അവൻ്റെ ആ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കണം. അത് ലഭിച്ചു കഴിയുമ്പോൾ ഒരു അഗാധമായ ആഴമായ ഒരു സ്നേഹബന്ധം ദിവ്യകാരുണ്യനാഥനുമായി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകിയ. അതിനോടൊപ്പം അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലല്ല പ്രധാനം. പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം. അമ്മ പറയുന്നു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തോടൊത്ത് തങ്ങുന്നതുമാണ് പ്രധാനം. അതും ഇതൊക്കെ ഓടുന്നത് ചെയ്യുന്നതിലല്ല, അത് ചെയ്യേണ്ടെന്നല്ല എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തെ മറന്നതൊന്നും ചെയ്യരുത്. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ആരാധിക്കണം, അവനോടൊത്ത് താമസിക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ മെജ്ജുവരിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ദിവ്യകാരുണ്യ ആരാധന. ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പുത്രനായ ദൈവത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നമ്മുടെ ദൈവാരാധനയിലൂടെ തകർക്കപ്പെടുകയാണ്. ദൈവത്തെ അവഹേളിക്കുന്ന ശക്തികൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ അപമാനിതരാവുകയാണ്. നമ്മുടെ കർത്താവ് മഹത്വപ്പെടുകയാണ്. അങ്ങനെ ദിവ്യകാരുണ്യനാഥൻ എവിടെയൊക്കെ ഏതൊക്കെ അൾത്താരകളിൽ ഉയർന്നു നിൽക്കുന്നുവോ സാധിക്കുന്ന ഈ അൾത്താരകളിൽ കടന്നു ചെന്ന്, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പലിൽ കടന്നു ചെന്ന് നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന മക്കളായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രയോറിറ്റി ദൈവാരാധനയിലും ദൈവത്തോടൊത്ത് തങ്ങുന്നതിലുമായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിലൂടെ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യത്തോട് ബന്ധിച്ചിട്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ അന്വേഷിച്ച് ചെല്ലുന്ന, ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുമ്പിൽ സമയം ചെലവഴിക്കുന്ന, ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന, ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന, ദിവ്യകാരുണ്യനാഥൻ്റെ ഈ തിരുവിശുദ്ധ രക്തത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ മകളായി ജീവിക്കുവാനുള്ള കൃപ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.